അർമേനിയ സാധാരണഗതിയിൽ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ റഷ്യയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ പിന്നെ കിട്ടാനില്ലാതായി. കാരണം യുക്രൈൻ യുദ്ധം വന്നതോടുകൂടി തന്നെ ആയുധങ്ങളുടെ കിട്ടുന്നതിൽ വലിയ കുറവ് സംഭവിച്ചു. അങ്ങനെ അർമേനിയയ്ക്ക് ഇവരുടെ മുന്നിൽ പിന്തിരിയേണ്ടി തന്നെ ഇവർക്ക് തോൽവിയുടെ അവസ്ഥയിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരുന്നു. കാരണം വൻതോതിൽ അസർബൈജാൻ അടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറും ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതിന് മുമ്പേ തന്നെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരുന്നു ഇവർ. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനാക റോക്കറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ആ റോക്കറ്റ് സിസ്റ്റം ഇന്ത്യയിൽ നിന്ന് അർമേനിയ വാങ്ങിയത് കൃത്യമായിട്ട് അസർബൈജാനെ അടിച്ച് തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ അസർബൈജാന് പിന്നെ ഡ്രോണുകളൊക്കെ കൊടുക്കുന്നത് തുർക്കിയാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു, അർമേനിയയുടെ മറ്റൊരു ശത്രു. അപ്പോൾ അസർബൈജാൻ ഇങ്ങനെ ആക്രമണം നടത്തിയപ്പോൾ അവരുടെ T-72 എന്ന് പറയുന്ന ഒരു ടാങ്കുണ്ട്, റഷ്യ നൽകിയതാണ് പണ്ട്. ആ ടാങ്ക് ഉപയോഗിച്ച് അർമേനിയയ്ക്ക് നേരെ വൻ ആക്രമണമാണ് നടത്തിയത്. ആ ആക്രമണം നടത്തിയപ്പോൾ അർമേനിയ തിരിച്ചടിച്ചത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ പിനാക റോക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. കൃത്യമായിട്ടുള്ള വൻ സ്ഫോടനം നടത്താൻ കഴിവുള്ള പിനാക റോക്കറ്റ് ചെന്ന് പതിച്ചതോടുകൂടി ഈ T-72 ടാങ്കുകളൊക്കെ തകർന്ന് തവിടുപൊടിയായി പോയി എന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിൽ തകർത്തതോടെ അർമേനിയയുടെ കാര്യത്തിൽ വൻ വിജയം ഉണ്ടാക്കാനായിട്ട് കഴിയുകയും അസർബൈജാനെ തകർത്തെറിയാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അർമേനിയയുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ അവിടെ സന്ദർശിക്കുകയാണ്. ഇന്ത്യ നൽകിയ ആയുധങ്ങളൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടുള്ള ആദരവിൻ്റെ സൂചനയായിട്ട് അവർ ഇന്ത്യ നൽകിയ ആയുധങ്ങളുടെ ഒരു പ്രദർശനവും സംഘടിപ്പിച്ചു. പിനാക റോക്കറ്റ് സിസ്റ്റവും എല്ലാം. പിനാക എന്ന് പറഞ്ഞാൽ 10-90 കിലോമീറ്റർ വരെ അകത്ത് ചെന്ന് തകർക്കാൻ കഴിയുന്ന ഉഗ്രസ്ഫോടനം, പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ കഴിയുന്ന, കൃത്യസ്ഥലത്ത് സ്ഫോടനം നടത്താൻ കഴിയുന്ന റോക്കറ്റ് സിസ്റ്റമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ T-72 ബാറ്റിൽ ടാങ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ T-90, നമ്മൾ ഇന്ത്യ ഉപയോഗിക്കുന്ന T-90 എന്ന് പറയുന്ന ഭീഷ്മ എന്ന് പറയുന്ന ബാറ്റിൽ ടാങ്ക് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. T-72 എന്ന് പറയുന്ന ബാറ്റിൽ ടാങ്കാണ് അസർബൈജാന് റഷ്യ നൽകിയത്. ആ ടാങ്കുകളൊക്കെയാണ് തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഗംഭീരമായിട്ടുള്ള ആയുധം ആണ് ഇന്ത്യ നൽകിയത് എന്നുള്ളതാണ്.